അപ്പച്ചി ഒന്നും നോക്കണ്ട ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിച്ചോ. അയ്യോ എടി എനിക്ക് എന്റെ മണം പിടിക്കണടേ. മൂക്ക് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് കുടിച്ചാ മതി. മൂക്ക് പൊത്തി പിടിച്ചാല് വായ കൂടെ മണം വരില്ലേ ചേട്ടാ. അമ്മ ഇതിന് കയ്പുണ്ടാവോ? പിന്നെ പായസം ആണല്ലോ ഇത് കഴിക്കാതിരിക്കാനും കണ്ട് കുടിക്കുവേണേ അസുഖം പറഞ്ഞെങ്കിൽ. എന്നാലും അമ്മ ഈ കയ്പുള്ള സാധനം എങ്ങനെയാ അമ്മ കുടിക്കണ്? അപ്പച്ചി അച്ഛമ്മക്ക് പ്രായമില്ലേ, ടേസ്റ്റും മണമൊന്നും കിട്ടണ്ടാവില്ല. എടി എനിക്ക് പ്രായമായെന്ന് പറഞ്ഞ എന്നിട്ട് നാവിയാ പിടിച്ചെടുക്കും കേട്ടോ. പിന്നെ എന്റെ നാവ് പിഴുതെടുത്ത പ്രായം കൊണ്ട് കുറയോ? ആ കുറയും. എന്നാ പിഴുതെടുക്ക. മനുഷ്യനോട് കഷ്ടപ്പെട്ട് ഇങ്ങനെ കുടിക്കണം എന്ന് വിചാരിച്ചിരിക്ക, അപ്പോഴാണ് നാക്ക് പിടിച്ചിട്ട് കലക്കാൻ നിക്കണ്. അങ്ങനെ പോയ അപ്പച്ചി കുടിക്കൂല, അസുഖം മാറൂല. എടി വേണേ ഇതൊരൊറ്റ വലിക്ക് അരിഷ്ടാണെന്ന് പറഞ്ഞു കുടിച്ചേ. എടി നിന്റെ ചൊറിച്ചില് പോണെങ്കിൽ മതി. അമ്മ ഈ ട്രിക്ക് സന്തോഷ് വൈദ്യം പറഞ്ഞു തന്നല്ലേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അരിഷ്ടം അരിഷ്ടം എന്ന് പറഞ്ഞപ്പിക്ക് മനസ്സിലായി. പിന്നെ ചോറിച്ചെന്നൊക്കെ പതുക്കെ പറ, ആൾക്കാർ കണ്ടാ എന്ത് വിചാരിക്കും? അതെ, ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയാം, അപ്പൊ തന്നെ കുടിക്കണം. പറയട്ടെ? അല്ല നിക്ക്, ഞാൻ സ്മരിക്കട്ടെ, എന്റെ പൂർവികന്മാരൊക്കെ സ്മരിക്കട്ടെ. ഇതെന്താ നീ കള്ളു കുടിക്കാൻ പോണോ? മിണ്ടാണ്ടിക്കമ്മ അവിടുന്ന്, നീ പറഞ്ഞ. പറയട്ടെ? റെഡി 1 2 3 സ്റ്റാർട്ട്. കുടിക്ക് കുടിക്ക് കുടിക്ക്. വലിച്ചു കുടിക്കണേ അങ്ങോട്ട്. ഓ സെറ്റല്ലേ സെറ്റല്ലേ സെറ്റല്ലേ. ഒരു അടി കൊള്ളു. കുഴപ്പമില്ല കുഴപ്പമില്ല, സെറ്റ് സെറ്റ് സെറ്റായി. സെറ്റല്ല സെറ്റല്ല. ആള് വെച്ചു. അവള് കുടിച്ചത് കള്ളാണോ കഷായല്ലേ? അച്ഛമ്മ തലക്ക് പിടിച്ചിട്ടുണ്ടാവും, അതാ. ഓ തലയ്ക്ക് പിടിക്കുന്ന നോക്കടെ. മര്യാദക്ക് കുടിച്ചാലേ ഛർദിക്കായിരിക്കുള്ളൂ. എന്നാലുവേ എനിക്ക് ആ വൈദ്യന് എപ്പോഴോ കണ്ടുപരിചയമുണ്ട് പ്രകാശി. ഇവിടെ ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നത്? അതിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. 9 പേര്. അവനെ നിങ്ങളൊരു കാര്യം ഓർത്തണം, അവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല കേട്ടോ. അവനെ ഇറക്കി വിടും, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അവനെ കള്ളനവൻ. ഏ ആ വൈദ്യർക്ക് നിന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് വൈദ്യർ അമ്മയെടുത്ത് പറഞ്ഞത്. എന്നെയാ? നിന്നെ ഇവിടെ ഇറക്കി വിടാൻ പറഞ്ഞു അമ്മയെടുത്ത്. പറഞ്ഞല്ലേ? അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആ കള്ള താടിനെ ഞാൻ ശരിയാക്കി. ഞാൻ നിങ്ങളെ ഫോണ് ബെല്ലടിച്ചായിരുന്നു. വല്ല കസ്റ്റമർ കെയർ കാര്യമായിരിക്കും, അല്ലാതെ എന്നെ ആരും വിളിക്കും. അതെനിക്കും തോന്നി, അല്ലാണ്ട് പിന്നെ നിങ്ങളെ ആര് വിളിക്കാൻ? അല്ല നിങ്ങളെന്താ ഇങ്ങോട്ട് മാറിയിരുന്നിട്ട് ഒരു ഗൂഢാലോചന? അങ്ങടിക്കാണ്ട് സിറ്റ് ഔട്ടിൽ ഇരിക്കാതെ. ഒന്നുമില്ല, ഇവൻ പറഞ്ഞ ഇവൻ ആ സന്തോഷ് വൈദ്യരെ തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല, അയാൾക്കൊരു ഫ്രോഡ് ലുക്കാണെന്നൊക്കെ ഇവൻ പറഞ്ഞു. ആണ് ചേച്ചി. എന്റെ വേണുക്കുട്ട അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. ഒന്നുമില്ലെങ്കിൽ ഒരു വൈദ്യരല്ലേ. ഞാൻ അവനോട് പറഞ്ഞതാ, കേൾക്കുന്നില്ല. ആഹാ, നിങ്ങളിപ്പോ അവൻ ഒറിജിനലാന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയാണ്? അല്ലാതെ അല്ലേ? അവൻ കള്ളനാണ്, അവനൊരു ഫ്രോഡ് ലുക്കാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. മുഖത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാ? ആരോട് ഇപ്പൊ പറഞ്ഞാ വിശ്വസിക്കല്ലോ. എടാ നീ ഒന്ന് ആലോചിച്ചു, നമ്മൾ ഇവിടുന്ന് അമ്മയുടെ മുട്ടുവേദനയാന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ആരെ? ചക്കപ്പൻ വൈദ്യര്. ചക്കപ്പൻ വൈദ്യര് ഇവനെയാണ് അയച്ചിരിക്കുന്നത്. അയക്ക് ഇവനെ വിശ്വാസം ഇല്ലെങ്കിൽ ചക്കപ്പൻ വൈദ്യര് അയക്കുമോ ഇങ്ങോട്ട്? അത് മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സരിതയ്ക്ക് വയ്യാന്ന് നമ്മൾ പറഞ്ഞു. ഉടനെ എന്താ, അവൻ അവിടെ മുറ്റത്തിട്ടിട്ട് സരിതയ്ക്ക് അസുഖം മാറാനുള്ള കഷായം ഉണ്ടാക്കി അവളിതേ കുടിച്ചിട്ട് അവിടെ കിടപ്പ. എന്തായി കഴിച്ചിട്ട് എന്തായി? അവള് നല്ല സുഖമായി കിടന്നുറങ്ങുവാ ഇന്ന്. കേട്ടല്ല? അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ പൈസ മേടിച്ചു കാണും. ഒരു പൈസ പോലും മേടിച്ചിട്ടില്ല, എന്നോടൊന്നും മേടിച്ചിട്ടില്ല. അല്ല, അവൻ സരിതയോട് 500 രൂപ മേടിച്ചു, അമ്മയോട് 1000 രൂപയും. 1000? അത് മാത്രല്ല എന്നോടും ചോദിച്ചടാ. ഞാൻ പറഞ്ഞ എന്റെ അടുത്ത് പൈസ ഇല്ല, അമ്മയോട് ചോദിച്ചോ. നമ്മൾ പിന്നെ കൊടുക്കില്ലല്ലോ ആർക്കും. മനസ്സിലായി അവനിവിടെ എല്ലാവരോടും പൈസ മേടിച്ചെന്ന്? ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നടാ. ഇപ്പോഴെങ്കിലും മനസ്സിലായി അവൻ ലോക ഫ്രോഡാണ്. അല്ല പൈസ എന്തായാലും നമ്മൾ കൊടുക്കണല്ലോ. ഇവളെന്റെ ചവിട്ടില് മൂളിക്കൊണ്ടിരിക്കണ എപ്പോഴും. മോളിയൊന്നുമില്ല, ഇത് ഉറങ്ങി എഴുന്നേറ്റപ്പോ തുടങ്ങിയതാണ്. ഉറങ്ങുന്ന സമയത്ത് എന്റെ ചവിട്ടില് മൂളിക്കൊണ്ടിരിക്കും. ഇതെങ്ങാനും പ്രാണി എങ്ങാനും കേറിയിട്ടുണ്ടാവും. ഇല്ല ചേച്ചി, സത്യമായിട്ട് മൂള ചേച്ചി. ഈ മൂളലല്ല, ഈ ദൂതലല്ലേ. മൂളലാണ്, മൂളല്. എടാ പ്രകാശ, നീ ആ സന്തോഷ് വൈദ്യരെ ഒന്ന് വിളിച്ചോണ്ട് വാടാ ഇങ്ങോട്ട്. എന്റെ കൊച്ചിനെന്തോ പറ്റി? സരിതേ, ഇപ്പൊ നിന്നെ കണ്ട കറക്റ്റ് പ്രാന്തിയുടെ ലുക്കാട്ടോ. നീ ആരാടാ പറ്റി? അത് നമ്മളെ വേണുക്കുട്ടനല്ലേ? അത് നിങ്ങളുടെ കാര്യം പാടാർന്ന്.
ആകാശേ എന്നാ മോളെ ഇത്? അമ്മ ആരാ മൂളണ അമ്മ ചവിട്ടില്? എടി നീ നിർത്തടി മൂടല്. ഇവള് മൂളൊന്നും ഇല്ല. മൂളി ചേട്ടാ. എന്തുവാ നിന്റെ പ്രശ്നം? എന്തുവാ? എന്താ അമ്മേ? എനിക്ക് അറിഞ്ഞോട് കുഞ്ഞു കിടന്നോണ്ട് മൂളാന്ന് പറഞ്ഞോട്ട് അവിടെ കിടന്നോട് ബഹളം കൂട്ടുവാ. നിർത്ത്. ഇപ്പൊ മോഹിനി മൂളണ്. നിർത്തടി മോഹിനി. അവിടെ ഞാൻ ശരിയാക്കി ഞാൻ